സോ നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇഫ് എഫ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റഗ്രബിൾ ഫംഗ്ഷനാണ്, ഇതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ് എങ്കിൽ വാട്ട്സ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് സ്റ്റേറ്റ്സ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് integral a to b f of x dx equal to f of b minus f of a. ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമ്മൾ ഇതുവരെ കണ്ട എല്ലാ പ്രോബ്ലത്തിലും വേരിയബിൾ ഏതായിരുന്നു? എക്സ് എന്നുള്ള വേരിയബിളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? പക്ഷെ അതൊരിക്കലും നിർബന്ധമില്ല അങ്ങനെ എക്സ് എന്ന വേരിയബിളായിട്ട് വരണമെന്നുള്ളത്. ഏത് ലെറ്റർ വേണമെങ്കിലും നമുക്ക് വേരിയബിളായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ ഡെറിവേറ്റീവിലും അതേ വേരിയബിൾ തന്നെയായിരുന്നു. അതായത് ഇപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി വൈ അങ്ങനെ ഒന്നും എഴുതാൻ പാടില്ല. എന്താണോ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് അത് തന്നെയായിരിക്കണം. അപ്പോൾ എന്ത് വേരിയബിൾ വന്നാലും പ്രൊസീജിയേഴ്സൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു പ്രോബ്ലം ഇൻ്റഗ്രേറ്റ് 1 to 2 s plus 5 whole square divided by s raised to 4 ds. കണ്ടില്ല ഇവിടെ എന്താണ് വേരിയബിൾ? എസ് എന്ന് പറയുന്ന വേരിയബിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എന്താണ്? ഡി എസ് ആണ്. സോ നമുക്ക് വ്യത്യാസമൊന്നുമില്ല, നമ്മൾ ഇതുവരെ സാധാരണ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തന്നെ ഈ ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 to 2 s square plus 2 into s into 5 that is 10s plus 25 by s raised to 4 ds. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊരായാലും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ എന്ത് വരും? അതുപോലെ ഇൻ്റഗ്രേഷൻ്റെ റൂളും സ്പ്ലിറ്റ് ചെയ്ത് രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് ചെയ്യാണ്. അപ്പോൾ ഇവിടെ 1 to 2 s square by s raised to 4 1 by s square plus 10 കോൺസ്റ്റൻ്റ് ആണ് ഔട്ട്സൈഡിൽ എടുത്തു 1 to 2 1 by s cube plus 25 കോൺസ്റ്റൻ്റ് ആണ് ഔട്ട്സൈഡിൽ എടുത്തു 1 by s raised to 4 ds. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1 by s square എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? s raised to minus 2 ആണ്. s raised to minus 2 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടാം? x raised to minus 2 plus 1 by minus 2 plus 1 that is s raised to minus 1 by minus 1. സോ നമുക്ക് ഇവിടെ എന്ത് കിട്ടും ആൻസർ? minus 1 by s raised to minus 1 in s എന്ന് എഴുതി ലിമിറ്റ്സ് 1 to 2 plus 10 into 1 by s cube. x cube എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ s raised to minus 3 ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? minus 2 by minus 2 that is ആ മൈനസിന് ഇവിടേക്ക് കൊടുത്തു s square 10 by മൈനസ് ഇവിടെ കൊടുത്തു 2s square ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക 1 to 2 then s raised to 4 1 by s raised to 4 integrate ചെയ്യുമ്പോൾ എന്ത് വരും? that is s raised to minus 4 integrate ചെയ്യുമ്പോൾ എന്ത് വരും? s raised to minus 3 by minus 3 minus 1 by 3s cube ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക ആൻസർ. അപ്പോൾ ഇവിടെ വേരിയബിൾ എന്നുള്ളത് എപ്പോഴും എക്സ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. എന്ത് വേണമെങ്കിലും വരെ ഡമ്മി വേരിയബിൾ എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് പ്രോബ്ലംസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. അത് ഫസ്റ്റ് വണ്ണാണ് ഏരിയ അണ്ടർ എ ഗ്രാഫ്. ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രാഫിൻ്റെ ഏരിയ കണ്ടെത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് കൺസെപ്റ്റാണ്? ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് എന്നുള്ള കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ എ ഉണ്ടാവും, ഇവിടെ ബി ഉണ്ടായിരിക്കും. അപ്പോൾ ഏരിയ അണ്ടർ ഗ്രാഫ് എന്ന് പറയുന്നത് ഇത്രയും റീജിയൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. എ തൊട്ട് ബി വരെയാണ് എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ഉള്ളിലുള്ള ഈ റീജിയൻ്റെ ഏരിയ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുക? ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതെന്താണെന്ന് നമുക്കറിയാം. ബൈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് ഇറ്റ് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം നമുക്ക്. interpret integral 0 to 2 x square minus 1 dx. അപ്പോൾ നമുക്ക് വരാവുന്ന ഒരു സംശയം, ഈ ലിമിറ്റ്സ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എക്സ് ആക്സിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ സൈൻ ഏരിയ എന്നുള്ള കൺസെപ്റ്റ് വേണം യൂസ് ചെയ്യാനായിട്ട്.
ഇവിടെ കാണേണ്ടത് ഇന്റഗ്രൽ 0 to x square minus 1 dx. ഇവിടെ ഫിഗർ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഫിഗർ തന്നിരിക്കുന്നത്. 1 ഇത്രയും പോർഷൻറ്റേജ് ഷെയ്ഡഡ് റീജിയൻ്റെ 0 തൊട്ട് 2 വരെ, പക്ഷെ 0 ഇവിടെയാണ് വന്നിരിക്കുന്നത്, എക്സ് ആക്സിസിന് ബിലോ ആണ് വന്നിരിക്കുന്നത്. ഇത്രയും റീജിയൻ്റെ ഏരിയ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ. അപ്പോൾ എങ്ങനെ വരും ഇവിടുത്തെ റീജിയൻ ഏരിയ എന്ന് പറയുന്നത്? സൈൻ്റെ ഏരിയ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്? R2 മൈനസ് ഏരിയ ഓഫ് R1. ഇത് രണ്ട് റീജിയൻ ആക്കിയാൽ R2 മൈനസ് R1 ആണ് ഇതിൻ്റെ റീജിയൻ, അല്ലെങ്കിൽ ഈ റീജിയൻ്റെ ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ അല്ലേ? സൈൻ്റെ ഏരിയ എന്നൊക്കെ ചെയ്യാം. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ് ഇതിൻ്റെ എഫ് ഓഫ്. ആൻറ്റി ഡെറിവേറ്റീവ് എന്താ പറയുക ഈ ഫംഗ്ഷൻ്റെ? x³ / 3 മൈനസ് എക്സ്. എങ്ങനെയാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്? ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസിന്റെ നൊട്ടേഷൻ എങ്ങനെയാണ്? 0 to 2. അപ്പോൾ ഇവിടെ എന്ത് വരും? 8/3 മൈനസ് 2 മൈനസ് 0 മൈനസ് ഓഫ് മൈനസ് പ്ലസ് 0. അപ്പോൾ എന്ത് വരും ഇവിടെ? 8/3 മൈനസ് 2 8 മൈനസ് 6 2/3. ഇതാണ് എന്ത് ഈ റീജിയണിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്തത് ഇവിടെ? നമ്മൾ 0 to 2 എന്നുള്ള ഇത്രയും ഭാഗത്തെ റീജിയന്റെ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് റീജിയൻ അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ റീജിയൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഇന്റഗ്രൽ a to b f of x dx, that is f of b minus f of a. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് അപ്ലൈ ചെയ്തു. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ -1/2 ഇതിന്റെ ഗ്രാഫാണ് y = x³ എന്നുള്ളതിന്റെ ഗ്രാഫാണ്. ഫിഗർ വരുന്നത് ഇത്രയും ഭാഗത്തെ ഏരിയ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. x³ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇത്രയും ഭാഗത്തെ ഏരിയ -1/2 തൊട്ട് 1 വരെയുള്ള ഇത്രയും പോർഷന്റെ ഏരിയ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ എന്ത് വന്നു? -1/2 എന്നുള്ള പോയിന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? നേരത്തെ 0 ആയതുകൊണ്ട് അതൊരു ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ -1/2 എന്ന് പറയുന്ന പോയിന്റ് ആണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും? സൈൻ ഏരിയയുടെ കൺസെപ്റ്റ് യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഏരിയ എങ്ങനെയാണ് വരിക? ഏരിയ ആയിക്കോട്ടോ മൈനസ് അല്ലേ? സൈൻ ഏരിയ മൈനസ് അല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത്. -1/2 തൊട്ട് 0 വരെ, -1/2 തൊട്ട് 0 വരെ ഏതിൻ്റെ? x³ dx. പിന്നെ എന്ത് വരും? പ്ലസ് ഇത് ഇത്രയും പോർഷൻ, ഇത് ഇത്രയും വരെയാണ്. -1/2 തൊട്ട് സൈൻ ഏരിയ, കാരണം അവിടെ നെഗറ്റീവ് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇന്റഗ്രൽ -1/2 to 0 x³ dx പ്ലസ് ഇനി ഇവിടെ തൊട്ട് ഇവിടെ വരെ, ദാറ്റ് ഈസ് 0 to 1 x³ dx. ഇവിടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് അപ്ലൈ ചെയ്യാം. എന്ത് കിട്ടും? അപ്പോൾ ഇവിടെ -x³ ഇന്റഗ്രൽ എന്ന് പറയുന്നത് x⁴/4 ലിമിറ്റ്സ് എന്ന് പറയുന്നത് -1/2 to 0 പ്ലസ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ആദ്യത്തെ അപ്പർ ലിമിറ്റ് 0 ആണ്, സോ എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി -1/2 to the power 4 വരും. -1/2 to the power 4 എന്താണ്? -1/2 to the power 4 16 into 4 പ്ലസ് ഇവിടെ 1 അപ്പർ ലിമിറ്റ് 1 ആണ്, 1 അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1/4. ഈ മൈനസും മൈനസും പ്ലസ് ആയി. ഇവിടെ എന്ത് വരും? കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 17/64.
ഇവിടെ മൈനസ് കൊടുത്തത് എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ലിമിറ്റ് -1/2 ആയതുകൊണ്ടാണ് നമ്മളിവിടെ മൈനസ് സൈൻ യൂസ് ചെയ്തിരിക്കുന്നത്. സൈൻ ഏരിയയുടെ കൺസെപ്റ്റ് എടുത്തേക്കാണ്. ഇത്രയാണ് ഏരിയ അണ്ടർ ഗ്രാഫിനെ കുറിച്ച് പറയാനുള്ളത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്. ഇനി അടുത്ത ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ എവിടെ തൊട്ട് എത്ര വരെ പോയി, എത്ര പൊസിഷൻ ട്രാവൽ ചെയ്തു എന്നുള്ളതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്തതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മളിവിടെ എടുക്കുന്നത് t = a to t = b. a എന്ന് പറയുന്ന ടൈം തൊട്ട് b എന്ന് പറയുന്ന ടൈം വരെ x എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിള് മൂവ് ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കും അത് കിട്ടുന്നത്? സോ അതിൻ്റെ ആ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ടൈം എ ടു ടൈം ബി, ഈ എക്സ് എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇന്റഗ്രൽ എ ടു ബി velocity into dt. So the displacement from time a equal to time b is integral a to b velocity into dt. Okay, velocity എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഫോർമുല എന്താണ്? ഇന്റഗ്രൽ a to b velocity into dt. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. An object moving in a straight line has velocity v equal to 5t⁴ plus 3t² at time t. How far does the object travel between t equal to 1 and t equal to 2? ഇതാണ് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ t equal to 1 തുടങ്ങി t equal to 2, അതായത് ആ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ എത്ര ദൂരം ഇത് സഞ്ചരിച്ചു, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല? ഇറ്റ് ഈസ് ഇന്റഗ്രൽ a to b. a to b ക്ക് പകരം ഇവിടെ എന്താണ്? 1 to 2 വെലോസിറ്റി ഇൻറ്റു dt. എന്താണ് വെലോസിറ്റി തന്നിരിക്കുന്നത്? 5t⁴ പ്ലസ് 3t² dt. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 ഇൻറ്റു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? ഇവിടെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ 2 to the power 5 എന്ന് പറയുന്നത് 32 പ്ലസ് 8 മൈനസ് 1 പ്ലസ് 1. സോ നമുക്ക് എന്താ ആൻസർ കിട്ടും? 32 പ്ലസ് 8 40 മൈനസ് 2 ദാറ്റ് ഈസ് 38. ഇത്രയാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കാം ഈ ഡിസ്പ്ലേസ്മെന്റ് റിലേറ്റഡ്. സോ ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഏരിയ പറഞ്ഞു, അടുത്തത് ഡിസ്പ്ലേസ്മെന്റ്. എക്സാമ്പിൾ ഇതാണ്. An object on the x-axis has the velocity v equal to 2t minus t². v equal to 2t minus t² at time t. If it starts out at x equal to -1 at time t equal to 0, where is at time t equal to 3 and how far has it traveled? ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു പെർട്ടിക്കുലർ മൂവ് ചെയ്യാണ് അലോങ് എക്സ് ആക്സിസിലൂടെയാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 2t minus t². അതിന്റെ ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റ്സും തന്നിട്ടുണ്ട്. ഇത്രയും ടൈമിലാണ് സഞ്ചരിക്കുന്നത്, 0 തുടങ്ങി 3 വരെ. അതാണ് അതിന്റെ ടൈം സ്പാൻ എന്ന് പറയുന്നത്. t equal to 0 ഇതിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ -1 ആണ്. അങ്ങനെയാണെങ്കിൽ t equal to 3 ആവുമ്പോൾ, ടൈം 3 ആവുമ്പോൾ എവിടെയാണ് അതിന്റെ പൊസിഷൻ? അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആദ്യത്തെ. പിന്നെ ഇത് എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. x equal to
എഫ് ഓഫ് ടി. അതായത് ടി എന്ന് പറയുന്ന ടൈമിൽ ഈ പാർട്ടിക്കിളിന്റെ പൊസിഷൻ എന്ന് പറയുന്നതിനെ എക്സ് ആക്കിയിട്ട് ഒന്ന് ജനറലൈസ് ചെയ്തെടുത്തു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 0 നമ്മൾ എടുക്കണം. അതായത് 3 എന്ന് പറയുന്ന ടൈമിൽ ഇതിന്റെ പൊസിഷൻ മൈനസ് 0 എന്ന് പറയുന്ന ടൈമിൽ ഇതിന്റെ പൊസിഷൻ എന്തായിരിക്കും വരുന്നത്? അതെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ഈ സംഭവം എന്ന് പറയുന്നത്. ടി ഈക്വൽ ടു ബിയില് എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ടി ഈക്വൽ ടു എ ടു ടി ഈക്വൽ ടു ബി. അതല്ലേ എഴുതിയിരിക്കുന്നത് എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 0 എന്ന് പറയുന്നത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എ ടു ബി വെലോസിറ്റി ഇൻറ്റു ഡി ടി. എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 0 to 3. വെലോസിറ്റി എന്ന് പറയുന്നത് 2t മൈനസ് ടി സ്ക്വയർ ഡി ടി. അപ്പോൾ ഇത് വരും 2 ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 മൈനസ് ടി ക്യൂബ് ബൈ 3 3 സ്ക്വയർ 9 മൈനസ് 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ബൈ 3 എന്ന് പറയുന്നത് again 9 ദാറ്റ്സ് ഈക്വൽ ടു 0. സോ എന്ത് കിട്ടി? എഫ് ഓഫ് 3 മൈനസ് എഫ് ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് ഡിസ്പ്ലേസ്മെന്റ് 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താ? ഇത് ഈ ഒരു പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറങ്ങി തിരിഞ്ഞാൽ എവിടെ എത്തി? ആ പൊസിഷനിൽ തന്നെ എത്തി. അതാണ് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ്. അതായത് എവിടെ നിന്നാണോ തുടങ്ങിയിരിക്കുന്നത് ആ പൊസിഷനിൽ തന്നെ അത് തിരിച്ചെത്തി. അപ്പോൾ ഇവിടെ എന്ത് വരും? നമുക്ക് എഫ് ഓഫ് 3യിലുള്ള എക്സ് എവിടെയാണെന്നാണ് ആ പൊസിഷനാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് ഇങ്ങനെ എന്ന് എഴുതാം? എഫ് ഓഫ് 0 പ്ലസ് 0. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? -1. അതായത് 3 എന്ന് പറയുന്ന ടൈമിൽ അതിന്റെ പൊസിഷൻ എവിടെയാണ്? എക്സ് എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ പൊസിഷൻ -1ലാണ്. ദാറ്റ് മീൻസ് -1ൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ അത് തിരിച്ചെത്തി. അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതുകൊണ്ട് കിട്ടുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, എത്ര ദൂരം, എത്ര ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തു എന്നുള്ളത്. കാരണം തുടങ്ങിയോടെ തന്നെ അവസാനിച്ചാലും ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കണ്ടെത്തണം. അതെങ്ങനെയാണ് കണ്ടെത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പൊസിഷൻ എത്തിയപ്പോൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം എത്തിയപ്പോൾ അത് തിരിഞ്ഞു. കാരണം തുടങ്ങിയോടെ തന്നെ എത്തണമെങ്കിൽ എവിടെയെങ്കിലും വെച്ച് തിരിയണം, എന്നാലല്ലേ ഒന്ന് തുടങ്ങിയോടെ തന്നെ എത്താൻ പറ്റുള്ളൂ ആ പാർട്ടിക്കിളിന്. സോ അങ്ങനെ തിരിയുമ്പോൾ അതെന്ത് ചെയ്തു? എവിടെയെങ്കിലും വെച്ച് അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സ്റ്റോപ്പ് ചെയ്യുന്ന പൊസിഷനിൽ വെലോസിറ്റി എന്തായിരിക്കും വരും? അതവിടെ നിശ്ചലമായിട്ട് നിൽക്കുകയാണ് സ്റ്റിൽ. അപ്പോൾ അവിടെ എന്ത് വരും? വെലോസിറ്റി അവിടെ 0 വരും. അപ്പോൾ നമുക്കിനി അടുത്തത് കണ്ടെത്തേണ്ടത് എത്ര ദൂരം ആ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്തു എന്നാണ്. അപ്പം അതിന് വേണ്ടി എന്താണ്? കുറേ ദൂരം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും എത്തുമ്പോൾ ഒന്ന് ടേൺ ചെയ്യണം, എന്നാലല്ലേ തുടങ്ങിയോടെ തന്നെ എത്താൻ പറ്റുള്ളൂ. ആ തുടങ്ങിയോടത്തേക്ക് ഒന്ന് തിരിയണമെങ്കിൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. ആ ടൈമിൽ വെലോസിറ്റി എന്തായിരിക്കും വരിക? ട്രാവൽ ചെയ്യണമെങ്കിൽ വെലോസിറ്റി എന്ത് വരും? 0 വരും. അപ്പോൾ ഈ വെലോസിറ്റി എവിടെയൊക്കെയാണ് 0 വരുന്നത്? 0 to 3 ആണ് നമ്മുടെ ടൈം ലിമിറ്റും. അത്ര ദൂരമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയാണ് വെലോസിറ്റി 0 ആവുന്നത്? ആ രണ്ട് ടൈമിൽ ആ പൊസിഷൻ പെർട്ടിക്കിൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ യാത്ര അത് അവസാനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ്? 0 to 3 ആണ് നമ്മുടെ ടൈം. ആ ടൈമിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ വെച്ചിട്ട് ഈ പാർട്ടിക്കിൾ അതിൻ്റെ ട്രാവൽ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് വെലോസിറ്റി 0 ആയിരിക്കും. അത് എവിടെയൊക്കെ വെച്ചിട്ടായിരിക്കും? 0 to 3യുടെ ഇടയിൽ 0 എന്ന് പറയുന്ന ടൈം എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ വെലോസിറ്റി ഇതല്ലേ 2t മൈനസ് ടി സ്ക്വയർ. ടി ഈക്വൽ ടു 0 ആകുമ്പോൾ വെലോസിറ്റി എന്താ വരുന്നത്? 0 വരും. അതുപോലെ ടി ഈക്വൽ ടു 2 വരുമ്പോൾ വെലോസിറ്റി എന്ത് വരും? 2 into 2 4 4 മൈനസ് ടി സ്ക്വയർ, ദാറ്റ് ഈസ് 4 മൈനസ് 4 v ഈക്വൽ ടു 0 വരും. അതായത് v ഈക്വൽ ടു 0 എവിടെയൊക്കെയാണ്? ടി ഈക്വൽ ടു 0ലും 2ലും. ഈ രണ്ട് പോയിന്റ്സിലും എന്താണ്? വെലോസിറ്റി 0 ആണ്. അതായത് അവിടെ നിന്ന് ടേൺ ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഡിസ്റ്റൻസ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അവിടെ ഈ തന്നിരിക്കുന്ന 0 to 3 എന്ന് പറയുന്ന ഇന്റർവെൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. 0 to 3 എന്ന് പറയുന്ന ഇന്റർവെല്ലിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ടാണ് എന്തെടുത്തിരിക്കുന്നത്? വെലോസിറ്റി 0 ആവുന്ന രണ്ട് പോയിന്റ്സ് നമ്മൾ കണ്ടെത്തി വെച്ചിരിക്കുന്നു. ഒന്ന് 0ലും ഒന്ന് 2 എന്ന് പറയുന്ന ടൈമിലാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറയുന്നത് 0 to 2 വരെ അതിൻ്റെ വെലോസിറ്റി ദാറ്റ് ഈസ് ഇത് 0 to 2 വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടും. മൈനസ് 2 to 3 2 to 3 അവിടെ 0 to 2 വരെ ഇങ്ങനെ നേരെ പോയി 2 to 3 എത്തിയപ്പോൾ എന്ത് ചെയ്തു?
അത് അതിൻ്റെ ഡിസ്റ്റൻസ്, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ നോക്കി, ഇങ്ങനെ നേരെ നേരെ പോയി. ഇവിടെ എത്തിപ്പോൾ 2 എന്ന് പറയുന്ന ടൈമിൽ അതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്തു? തിരിച്ചാലേ അതിലൂടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ തിരിക്കുമ്പോൾ എന്ത് വന്നു? ഇത് പോസിറ്റീവായി നിന്നുണ്ടെങ്കിൽ ഈ ഡയറക്ഷൻ എന്തായി? നെഗറ്റീവായി. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ ഇട്ട് കൊടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നും രണ്ടും കൂടി ആഡ് ചെയ്യല്ല വേണ്ടതെന്ന്. ആഡ് ചെയ്യല്ല, ഇവിടെ മൈനസ് ഇട്ട് കൊടുത്തതിൻ്റെ റീസൺ ഇതാണ്. 0 to 2 വരെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്തോടത്തേക്ക് തന്നെ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് മൈനസ് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് ഡയറക്ഷൻ എടുത്തുകൊണ്ടാണ് ഇവിടെ മൈനസ് സൈൻ എടുത്തിരിക്കുന്നത്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? t² minus t³ by 3 0 to 2 minus t² minus t³ by 3 2 to 3. ഇവിടെ എന്ത് വരും? 2² 4 minus 8 by 3 minus 3² 9 minus of minus plus വന്നു. 3³ എന്ത് വന്നു? 27 by 3 9² minus 9. ഇനി ഇവിടെ ലോവർ ലിമിറ്റ് ഉണ്ട്. ലോവർ ലിമിറ്റിന്റെ മൈനസ് എന്ത് വരും? 4 മൈനസ് 2³ 8 by 3 വന്നു. ഇവിടെ എന്ത് വന്നു? 3 to 4 8 12 12 minus 18 4 by 3 minus 9 9 ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ എന്ത് വന്നു? minus 12 minus 8 minus 20 by 3 that is plus 20 by 3 24 by 3 sorry 4 minus 8 by 3 minus 9 minus 9 എവിടെയെങ്കിലും ഒരു മിനിറ്റ് ഒന്നുകൂടി നോക്കട്ടെ. 4 minus 2³ by 3 8 മൈനസ് കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്തു. 3² എന്ന് പറയുന്നത് 9 മൈനസ് 3³ 27 by 3 9. ഇനി മൈനസ് 4 ഓക്കെ, ഇവിടെ പ്ലസ് 8 by 3 വരും. അപ്പോൾ എന്ത് വന്നു? ഇവിടെ മൈനസ് 12 പ്ലസ് 8 by 3 ദാറ്റ് ഈസ് മൈനസ് 4 by 3 വരും. ഇവിടെ 3 into 4 12 12 minus 8 4 by 3 മൈനസ് ഓഫ് മൈനസ് പ്ലസ് 8 by 3. ഇതാണ് ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടെത്തിയത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ. അതാണ് നമ്മൾ ആദ്യം കണ്ടെത്തിയിരുന്നത്. ഇവിടെ അടുത്ത ചോദിച്ചിരുന്നത് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതാണ്. അതായത് തിരിച്ച് അവിടേക്ക് തന്നെ എത്തണമെങ്കിൽ അത് കുറേ ദൂരം സഞ്ചരിച്ചിട്ടാണല്ലോ അവിടേക്ക് എത്തുന്നത്. ആ ഡിസ്റ്റൻസ് ആണ് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെടുത്തു? എവിടെയെങ്കിലും ഒന്ന് വെച്ച് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ജേണി തിരിയണമെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്യുമല്ലോ. ആ പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി 0 ആയിരുന്നിട്ടുണ്ടാവും. അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും വെലോസിറ്റി 0 ആണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അങ്ങനെ പോയി 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 t = 2 ആകുമ്പോൾ അത് അവിടെ നിർത്തി. കാരണം t = 2 വെലോസിറ്റി 0 ആണ്. സോ 2 നിന്ന് അതെന്ത് ചെയ്തു? തിരിക്കും എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ 2-നെയാണ് ആ ബ്രേക്ക് പോയിന്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ മൈനസ് എടുത്തതിൻ്റെ കാരണം പറഞ്ഞു എന്താണ്? അത് 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ റിവേഴ്സ് ചെയ്തു അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ നെഗറ്റീവ് എടുത്തിരിക്കുന്നത്. സോ ഇത്രയാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസിനെ കുറിച്ച് പറയാനുള്ളത്. തിയറം സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് പഠിക്കുന്നത് പോലെ 2 ആപ്ലിക്കേഷൻസ് ആയ ഏരിയ അണ്ടർ ഗ്രാഫും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. തന്നിരിക്കുന്ന എല്ലാ പ്രോബ്ലംസും ചെയ്ത് നല്ലോണം പഠിക്കാം.